ഈ ഫംഗ്ഷൻ നെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്പാരിസൺ ഒരു സമയത്ത് ചെയ്യുവാൻ സാധിക്കും. ഒരു if ഫംഗ്ഷനകത്ത് മറ്റൊരു if ഫംഗ്ഷൻ വരുന്നതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് if ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കമ്പാരിസൺ വഴി രണ്ടിൽ കൂടുതൽ ആൻസർ ലഭിക്കേണ്ട സാഹചര്യത്തിലാണ് സാധാരണ നാം if നെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനി ജോബ് റൈറ്റിംഗ് 3 ഉള്ളവർക്ക് കൂടി ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ നെസ്റ്റിംഗ് ഓഫ് if ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ifനകത്ത് മറ്റൊരു if വന്നിരിക്കുന്നത് കൊണ്ടാണത്. ആദ്യത്തെ ifന്റെ ലോജിക്കൽ ടെസ്റ്റിലെ കണ്ടീഷൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം കണ്ടീഷൻ ശരിയാണെങ്കിൽ ifന്റെ ഫസ്റ്റ് പാർട്ടായ 2000 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്കറിയാം കോമ വെച്ചാണ് ഫസ്റ്റ് പാർട്ടിനെയും സെക്കൻഡ് പാർട്ടിനെയും വേർതിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് പോകും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മറ്റൊരു if പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഒന്നുകൂടി മറ്റൊരു കണ്ടീഷൻ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുന്നത് ജോബ് റൈറ്റിംഗ് സെല്ലിന്റെ വാല്യൂ ഈക്വൽസ് 3 ആണോ എന്നാണ്. ഈക്വൽസ് 3 ആണെങ്കിൽ 1000 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫോൾസ് ആണെങ്കിൽ ഇതിന്റെ ഫാൾസ് പാർട്ടായ ബ്ലാങ്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിലെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിന്റെ ഫാൾസ് പാർട്ടിലേക്കായിരിക്കും വരുന്നത്. അവിടെ മറ്റൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിന്റെ ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ഫാൾസ് പാർട്ടായിരിക്കും റിസൾട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നെസ്റ്റഡ് if ഉപയോഗിക്കുമ്പോൾ പരാന്തസിസ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇന്നർ if ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ആഫ്റ്റർ if ക്ലോസ് ചെയ്യാമുള്ളൂ. ഓരോ പരാന്തസിസും സെപ്പറേറ്റ് കളറിലായിരിക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ചുവപ്പ് കളറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇന്നർ ifന്റെ പരാന്തസിസ് ആണ്. അതുപോലെ ബ്ലാക്ക് കളറിൽ ഉള്ളത് ഔട്ടർ ifന്റെയും. ഫോർമുല കോപ്പി ചെയ്യാം. ജോബ് റൈറ്റിംഗ് 3 ഉള്ളവർക്കും ബോണസ് അപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നു നമുക്ക് കാണാം. നമ്മുടെ കമ്പനി ജോബ് റൈറ്റിംഗ് 2 ഉള്ളവർക്കും ഒരു ബോണസ് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് J2 = 3 അല്ലെങ്കിൽ എന്താണ് വേണ്ടത് അതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്നർ ifന്റെ ഫോൾസ് പാർട്ടിലാണ്. അവിടെ ഞാൻ ഒരു if കൂടി പറയുന്നു. ലോജിക്കൽ ടെസ്റ്റ് പറയുക. ശരിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം പറയുക. അടുത്തത് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം പറയുക. കണ്ടീഷൻ ശരിയാണെങ്കിൽ 500 rupees ബോണസ് അപ്ലൈ ചെയ്യണം. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വരും. അവിടെ പരാന്തസിസ് ശ്രദ്ധിക്കുക, സെപ്പറേറ്റ് കളറിൽ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. പരാന്തസിസ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഔട്ടർ ifന്റെ പരാന്തസിസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ ifൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതിന്റെ ഫോൾസ് പാർട്ടായ ഇന്നർ ifലേക്ക് ആയിരിക്കും കൺട്രോൾ ജമ്പ് ചെയ്യുന്നത്. ഇവിടെയും കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിന്റെ ഫോൾസ് പാർട്ടായ മറ്റൊരു ഇന്നർ if ഉണ്ട്. ആ ifൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഫോൾസ് പാർട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർമുല അപ്ലൈ ചെയ്ത് കോപ്പി ചെയ്ത് നോക്കാം. ഇവിടെ ജോബ് റൈറ്റിംഗ് 2 ഉള്ളവർക്കും ബോണസ് അപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നതാണ്. അങ്ങനെ ഒരു സമയം പല കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് 2 കൂടുതൽ ആൻസേഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് if ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്.